നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ബ്ലഡ് ഗ്രൂപ്പിലെ RH ഫാക്ടർ തമ്മിലുള്ള ഡിഫറൻസ് മൂലം പ്രഗ്നൻസിക്ക് ഉണ്ടാകാവുന്ന പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് മെയിനായിട്ട് 4 ടൈപ്പാണ്: എ, ബി, എ ബി, ഒ. ഇതിൽ തന്നെ നമ്മൾ എ പോസിറ്റീവ്, എ നെഗറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ്, ബി നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത് RH ഫാക്ടറിൻ്റെ ഡിഫറൻസ് മൂലമാണ്. റെഡ് ബ്ലഡ് സെൽസ്, അതായത് രക്താണുക്കളുടെ പുറമേയുള്ള പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ് ഈ RH ഫാക്ടർ. അപ്പോൾ ഈ RH ഫാക്ടർ, ഈ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് RH പോസിറ്റീവ് ആണെന്ന് പറയും, നെഗറ്റീവ് ആണെങ്കിൽ ഈ പ്രോട്ടീൻ ഇല്ല എന്നാണ് അർത്ഥം. 85% ആളുകളിലും ഈ RH പോസിറ്റീവാണ്, ഈ RH ഫാക്ടർ ഉണ്ട്. ഈ പ്രഗ്നൻസിയിൽ എപ്പോഴാണിത് പ്രശ്നമുണ്ടാക്കുക എന്ന് ചോദിച്ചാൽ, ഈ വൈഫ് RH നെഗറ്റീവും ഹസ്ബൻഡ് RH പോസിറ്റീവും ആകുമ്പോഴാണ് പ്രശ്നമുണ്ടാകുക. പലരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് തിരിച്ച്, അതായത് ഹസ്ബൻഡ് നെഗറ്റീവാണ്, ഞാൻ പോസിറ്റീവാണ്, അപ്പം പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അത് യാതൊരു പ്രശ്നവുമില്ല. അമ്മ നെഗറ്റീവും ഫാദർ പോസിറ്റീവുമാകുമ്പോൾ ആ കുഞ്ഞ്, നമുക്കറിയാം RH ഫാക്ടറൊക്കെ ജീൻ വഴിയാണ്, അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്നുമുള്ള ജീൻസ് കുഞ്ഞിനുണ്ടാകാം. അപ്പോൾ അതനുസരിച്ച് കുഞ്ഞിന് ഒന്നുകിൽ RH നെഗറ്റീവ് ആകാം, RH പോസിറ്റീവ് ആകാം, ഫാദർ പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോൾ കുഞ്ഞ് പോസിറ്റീവ് ആണെങ്കിലാണ് ഈ പ്രഗ്നൻസിക്കൊക്കെ പ്രോബ്ലം ഉണ്ടാകാവുന്നത്. അപ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യും. അതുപോലെ ICT, അതൊരു ആൻറ്റിബോഡി ടെസ്റ്റും, അതായത് ഈ RH ആൻറ്റിബോഡിയുടെ പ്രോബ്ലമോ അതുപോലെ ഏതെങ്കിലും ആൻറ്റിബോഡീസ് ബ്ലഡിലുണ്ടോ എന്നറിയാനുള്ള ICT ടെസ്റ്റും ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ RH പോസിറ്റീവായിട്ടുള്ള കുഞ്ഞിൻ്റെ ബ്ലഡ് അമ്മയുടെ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യാനുള്ള സാധ്യത വളരെ ചെറിയ തോതിലാണെങ്കിലും ഉണ്ട്. യൂഷ്വലി ഇങ്ങനെയുള്ള മിക്സിംഗ് നടക്കുക ഡെലിവറി അടുക്കാറാകുമ്പോഴും ഡെലിവറി ടൈമിലുമൊക്കെയാണ്. അപ്പോൾ ഈ RH പോസിറ്റീവ് സെല്ല് അമ്മയുടെ ബ്ലഡിലേക്ക് വന്നാൽ അമ്മയുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ റെക്കഗ്നൈസ് ചെയ്യും. അത് ആ ലേഡിയുടെ ശരീരത്തിലുള്ള ഒരു വസ്തുവല്ല, ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ്. അപ്പം അതിന് എഗൻസ്റ്റായിട്ട് ആ അമ്മയുടെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിച്ച് ആൻറ്റിബോഡി ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡിയുടെ ഉദ്ദേശം ഇങ്ങനെ വരുന്ന ആ ബ്ലഡ് സെൽസിനെ അല്ലെങ്കിൽ ആ RH ഫാക്ടറിനെ നശിപ്പിക്കുക എന്നതാണ് ഈ ആൻറ്റിബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബോഡിയുടെ ഒരു പ്രത്യേകതയാണിത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു ചിക്കൻ പോക്സ് വന്നാൽ അതിന് അഗൻസ്റ്റായിട്ട് ഒരു ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ചിക്കൻ പോക്സ് വരാതെ അതിൻ്റെ അണുക്കൾ വന്നാൽ ഈ ആൻറ്റിബോഡി അതിനെ നശിപ്പിച്ച് കളയും. അതേ മെക്കാനിസമാണ്. അതുപോലെ ബോഡി, അതുപോലെ ഒരു സ്ട്രോങ് ഡിഫെൻസീവ് സിസ്റ്റം ബോഡിക്കുണ്ട്. അപ്പോൾ ഈ RH അമ്മയുടെ ശരീരത്തല്ലാത്ത ഒരു വസ്തു അമ്മയുടെ ബ്ലഡിലേക്ക് മിക്സ് ചെയ്താൽ ബോഡി അത് ഡിസ്ട്രോയ് ചെയ്ത് കളയും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിബോഡി ആദ്യത്തെ പ്രഗ്നൻസി, ഈ RH പോസിറ്റീവായിട്ടുള്ള കുഞ്ഞിന് ആദ്യത്തെ ബേബിക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കാറില്ല. കാരണം ഈ ആൻറ്റിബോഡി ഉണ്ടായി വരാൻ നമുക്കറിയാം, സാധാരണ ഈ സെൻസിറ്റൈസേഷൻ, ഈ ബ്ലഡിൻ്റെ മിക്സിങ്ങൊക്കെ യൂഷ്വലി ഡെലിവറി ടൈമിനോടടുത്താണ് നടക്കുക. അപ്പോൾ ഈ സമയത്ത് ആൻറ്റിബോഡി ഉണ്ടാകാനായിട്ട് കുറച്ച് സമയമെടുക്കും. അത് കാരണം അത് ആദ്യത്തെ ബേബിയെ അഫക്റ്റ് ചെയ്യാറില്ല. ആദ്യത്തെ ബേബി യൂഷ്വലി സേഫ് ആയിരിക്കും. എന്നാൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ, അതായത് RH പോസിറ്റീവായിട്ടുള്ള രണ്ടാമത്തെ ഒരു ബേബി ഈ അമ്മയുടെ വയറ്റിൽ വന്നാൽ, ഇതുപോലെ ഈ ഒരു മിക്സിങ് നടക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ ഈ അമ്മയുടെ ശരീരത്തിൽ ഓൾറെഡി ആ ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ആൻറ്റിബോഡി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സെല്ല് വന്നാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ആൻറ്റിബോഡിക്ക് ഈ പ്ലാസൻ്റ ക്രോസ് ചെയ്ത് ഈ കുഞ്ഞിൻ്റെ ബ്ലഡിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കുഞ്ഞിന് പ്രശ്നം ഉണ്ടാകുക. രണ്ടാമത്തെ പ്രഗ്നൻസി മുതലാണ് പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഈ ആൻറ്റിബോഡി ഇങ്ങനെ ഈ റെഡ് ബ്ലഡ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുഞ്ഞിന് കൂടുതൽ രക്തക്കുറവുണ്ടാകാം. അതുപോലെ ഈ ബ്ലഡ് ഡിസ്ട്രോയിഡ് ആയി കഴിയുമ്പോൾ ബിലിറൂബിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് കുഞ്ഞിന് മഞ്ഞ നിറമൊക്കെ ഉണ്ടാകുക. അപ്പോൾ ഈ RH ആൻറ്റിബോഡി പ്രൊഡക്ഷനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നതുള്ളത് 1960-കൾ മുതൽ തന്നെ സയൻറ്റിസ്റ്റുകൾ അതിനുവേണ്ടിയുള്ള മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. RH ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള ഈ വസ്തു അമ്മയ്ക്ക് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ്. അമ്മയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ പ്രവർത്തിച്ച് ഈ ആൻറ്റിബോഡി പ്രൊഡക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഈ RH ഇമ്മ്യൂണോഗ്ലോബുലിൻ മൂലം നടക്കുന്നത്. ഇത് ഒരു ബ്ലഡ് പ്രോഡക്റ്റാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇത് നമ്മൾ അമ്മയ്ക്ക് നൽകുമ്പോഴത്തേക്കിന് ഈ അമ്മയുടെ ബ്ലഡിലേക്ക് ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് കുറച്ചെങ്കിലും ചെന്നാലും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവാറില്ല.
നമ്മൾ പറഞ്ഞു ഈ മിക്സിംഗ് ഉണ്ടാകുന്നത് സാധാരണ ഡെലിവറിയോട് അടുക്കുന്ന സമയത്താണെന്ന്. അബോർഷൻ കഴിഞ്ഞാൽ നമ്മൾ ഡിയാൻസി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, അതുപോലെ ട്യൂബൽ പ്രഗ്നൻസിക്ക് സർജറി ചെയ്ത് കഴിയുമ്പോൾ, വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ, അതായത് ബ്രീച്ച് ആയിരിക്കുന്ന തല മുകളിലായിരിക്കുന്ന പൊസിഷനിൽ നമ്മൾ തിരിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും ഒരു ആഘാതം വയറിന് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്തും കുറച്ച് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത, ഇതുപോലെ സെൽസ് തമ്മിലുള്ള ഈ മിക്സിങ് നടക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയും ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രഗ്നൻസിയിൽ 28 ആഴ്ച മുതൽ 32 ആഴ്ചയ്ക്കകം ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രഗ്നൻസി സമയത്ത് നമ്മൾ കൊടുക്കും. അന്നേരം ഈ ഉള്ളൊരു മിക്സിങ് ഈ 3rd ട്രൈമസ്റ്ററിൽ, അതായത് അവസാന സമയത്ത് ഉണ്ടാകാവുന്ന ഈ മിക്സിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണത്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞ് RH പോസിറ്റീവ് ആണെങ്കിൽ 72 മണിക്കൂറിനകം ഈ RH ഇമ്മ്യൂണോഗ്ലോബുലിൻ വീണ്ടും കൊടുക്കും. അപ്പോൾ കൂടുതൽ ബ്ലീഡിങ്, പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് തന്നെ ഉണ്ടാകാവുന്ന ബ്ലീഡിങ്, അങ്ങനത്തെയൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് ലോസ് എന്തുമാത്രം മിക്സിങ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും ബ്ലഡ് ടെസ്റ്റുകളുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഡോസ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ RH പ്രോബ്ലം നന്നായിട്ട് തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ സാധാരണ യൂഷ്വലി നമ്മൾ പറയാറുള്ളത് RH നമ്മൾ ആദ്യമേ ICT എന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ആദ്യമത്തെ വിസിറ്റിൽ തന്നെ ചെയ്യും. പിന്നെ 28 ആഴ്ചയിൽ നമ്മൾ അത് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ICT പോസിറ്റീവായിട്ട് കണ്ടാൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. പിന്നെ നമ്മൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നമ്മൾ ഈ കുഞ്ഞിന് ഈ ബ്ലഡ് സെൽസ് ഡിസ്ട്രോയിഡ് ആകുന്ന പ്രോബ്ലം ഉണ്ടോ, അങ്ങനത്തെ പ്രോബ്ലമൊക്കെ കുഞ്ഞിന് വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ ഈ ആൻറ്റിബോഡിയുടെ ടൈറ്റർ നോക്കും. പിന്നെ കുഞ്ഞിന് പ്രത്യേക സ്കാൻ വഴി കുഞ്ഞിൻ്റെ തലയിലെ ചില ബ്ലഡ് വെസൽസിൻ്റെ ആ ബ്ലഡ് ഫ്ലോയുടെ പാറ്റേണൊക്കെ അസസ് ചെയ്ത് ഈ കുഞ്ഞിന് ഈ ബ്ലഡ് ലോസ്, കുഞ്ഞിൻ്റെ ബ്ലഡിന് കൂടുതൽ ഡിസ്ട്രക്ഷനൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അസസ് ചെയ്യാനും, അങ്ങനെ ആവശ്യമെന്ന് വന്നാൽ ഈ വയറിനകത്ത് വെച്ച് തന്നെ കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ അതെല്ലാം സാധ്യമാണ്. അപ്പോൾ യൂഷ്വലി ഈ RH നെഗറ്റീവും RH പോസിറ്റീവും എന്നുള്ള ഫാക്ടർ, അതായത് അങ്ങനെയുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ അമ്മ RH നെഗറ്റീവും ഹസ്ബൻഡ് RH പോസിറ്റീവുമാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാനുള്ള ആ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അവൈലബിൾ ആണ്. തൽഫലമായി നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും സേഫാണ്. സാധാരണ ഈ RH ഐസോഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ RH ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് അമ്മ നെഗറ്റീവും വയറിലുള്ള കുഞ്ഞ് പോസിറ്റീവുമാകുമ്പോഴാണ്. അപ്പോൾ ഇത് കാരണം അമ്മയ്ക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല, പക്ഷേ കുഞ്ഞിനാണ്, രണ്ടാമത്തെ പ്രഗ്നൻസി മുതൽ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തില്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു നോട്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. അടുത്ത ഫ്രൈഡേ ഒരു പുതിയ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.